നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ബീച്ച് റോഡ് പ്രദേശത്തു നിന്നും സംശയാസ്പദമായ രീതിയിൽ അന്യസംസ്ഥാന തൊഴിലാളിയായ സ്ത്രീയെ കണ്ടെത്തി. 4 ദിവസം മുമ്പ് സമാനമായ രീതിയിൽ വീട്ടിൽ കയറിയ സ്ത്രീ കത്തിച്ചു വെച്ച നിലവിളക്കിൽ നിന്നും വീട് കത്തിച്ച് ബസ് സ്റ്റോപ്പിന്റെ പരിസരത്ത് ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. സമാനമായ രീതിയിൽ ഇന്നും അത് ആവർത്തിച്ചപ്പോൾ പ്രജീഷ് പി.ജി. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പി.ജി. പോലീസ് സ്റ്റേഷൻ അധികൃതർ സ്ഥലത്തെത്തി സ്ത്രീയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ആള് വന്ന് കത്തിച്ചിട്ട് പോകുന്നു. ഇല്ലടാ നാളെ വന്നിരുന്നു, നാളെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് കളക്ക് വീഡിയോ വെച്ചിട്ട് പോകും. ഞാൻ പിള്ളേരുണ്ടോ മലയാളം അറിയോ? അവർക്ക് മലയാളം അറിയോ? എന്ത് സംഭവം ഒരു പെടുത്തില്ലേ? അവന്റെ നിലവിളിക്കൽ വേണ്ട സംഭവം നടത്തണം. അതെ, ഒരു 4 ദിവസം മുന്നേ ഇവരോട് വന്നിരുന്നു. വന്ന് വീടിന്റെ അവിടേക്ക് ഇറങ്ങി, 10 അവിടേക്ക് വന്ന് ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് മോളിൽ നിന്ന് ഒരു 10 മണി നേരത്താ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നിട്ട് മുട്ടിട്ട് വരുന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ചോദിച്ചപ്പോ അവര് ഹിന്ദിയിൽ പറഞ്ഞത്. ഹിന്ദി അല്ല, വേറെ ഹിന്ദിക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവര് ഇല്ല, വേറെ ഏതോ ഭാഷയൊക്കെ പറയണത്. അത് കഴിഞ്ഞിട്ട് ഇവര് പോയി. പിന്നെ ഇന്ന് വന്നിട്ട് വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്നിട്ട് സിഗരറ്റ് കത്തിച്ചിട്ട് പോകുമ്പോഴാണ് അച്ഛൻ പറയണത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങോട്ട് റേസായി നിൽക്കണം. അത് ഭയങ്കര റേസായിട്ട് ചെരുപ്പ് കൂരിടത്തെല്ലാം വരുന്നേ. ചെരുപ്പ് ഞാൻ വെച്ചപ്പോഴാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കണത്. അവരിങ്ങനെ അത് അഭ്യാസമാണ്. एक काम करें, यहाँ पर पुलिस चौकी में जाना अभी, यहाँ मत बैठना, चलो पुलिस स्टेशन में चलो. ইচ্ছা খুশি আমাকে স্টেশনে যেতে হবে নাকি? তোর পুলিশ স্টেশনে, তোর পুলিশ স্টেশনে গান মারাতে যাবো শালা সুয়ারের বাচ্চা। तो दूसरे आदमी के दूसरे गांव में जाके क्या करेगा घर पे? ইচ্ছা খুশি মতন তো যখন খুশি নিয়ে যাবি, সেখানে কাজ চালাবি, তারপরে আবার দিয়ে যাবি এখানে। तो उसका घर पे क्या कर रहे तुम? ওই শালা ফোনে কি রেকর্ড করছিস? সরি বাচ্চা, ഒരു ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും പറയണില്ലെന്ന് ചോദിക്കുന്നില്ല. নিয়ে যাবি। അവളടിക്കുന്നതന്നെ പറയണത്. അവള് തെറിയ വിളിക്കണം, വലിയ തെറിയ വിളിക്കണം അവള്. ഇതിനു മുമ്പ് സ്ത്രീ കണ്ടിട്ടുണ്ട് ഇവിടെ? അത് ഒരു 4 ദിവസം മുന്നേ ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 10 മണി 10:30 നേരത്തെ വന്നത്. അപ്പോൾ അതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന നേരത്താണ് ഇവരെ കണ്ടത്. അപ്പം ഒന്ന് ചോദിച്ചപ്പോൾ ഇതേമാതിരി വേറെ ഹിന്ദി അല്ല, വേറെ ഏതോ ഭാഷയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ച് എന്നിട്ട് അവരങ്ങനെ പുറത്തേക്ക് റോട്ടിലേക്ക് ഇറങ്ങിപ്പോയി. പക്ഷെ ഇന്ന് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ വിളക്ക് കത്തുണ്ടായിരുന്നു, നിലവിളക്ക് കത്തുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് വീട് കത്തിച്ചിട്ട് നമ്മുടെ തൊട്ട് മുന്നിൽ കിടക്കുന്ന കാറിന്റെ ബാക്കിൽ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിനെ കണ്ടത്. ഇന്ന് സംഭവിച്ചതാണ്. അപ്പോഴാണ് നമ്മൾ ആൾ കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്ന് പോലീസുകാർ കൊണ്ടുപോയിട്ടുള്ളത്.